ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ JCBയുടെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത്. ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അവിടെ തൊട്ടടുത്ത വീട് അവിടെ ഒന്ന് പൊളിച്ചിടാണ് കേട്ടോ. അവർ വേറെ വീട് പണിയാൻ വേണ്ടിയിട്ട് പഴയ ഒരു വീടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത്. അപ്പോൾ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവും ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, പുതിയ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഗ്രീൻ പീസ് നല്ല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും സവോളയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേവാനുള്ള ആവശ്യം കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായി ഞാനിപ്പോൾ ലൈവൊന്നും ചെയ്യാണ്ട് കേട്ടോ. എന്നുവെച്ചാൽ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ചുമയും ജലദോഷമൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ലൈവ് വരുന്നില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവ് ഇല്ലേ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴായാലും തൊണ്ടയ്ക്ക് നല്ല അസ്വസ്ഥതയുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേരം അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് തിളച്ച് വരുന്ന സമയത്താണ് മോൻ പറഞ്ഞ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് എന്നിട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഒരു ബക്കറ്റ് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ റോഡിലത്തെ പൈപ്പിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്താറായിട്ടില്ല, സ്പീഡ് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല. അപ്പോഴേക്കും ആരെങ്കിലും വന്നെടുക്കും. പിന്നെ അത് മാത്രമല്ല സ്പീഡും കുറവാണ്. അപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം എത്തൂല. അപ്പോൾ ഇവിടെ വെള്ളം വന്ന സ്ഥിതിക്ക് എന്തായാലും ആരെങ്കിലും വരും തുറക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ചോദിച്ചു. ഇതാണ് ഇപ്പോഴത്തെ വീട്ടിലത്തെ പൈപ്പിൻ്റെ അവസ്ഥ, കണ്ടില്ലേ, വെള്ളം തീരെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഞാൻ ആ വെള്ളം അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. സുഡാപ്പി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അടുത്ത്. അപ്പോൾ നിറയുമ്പോൾ അവൻ വിളിക്കും. അപ്പോൾ അത് പോയി എടുത്ത് കൊണ്ടുവന്ന് ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചധികം വെള്ളം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വെള്ളം വരുന്ന സമയത്ത് നമുക്ക് ഓസിട്ടിട്ട് ടാങ്കൊക്കെ നിറയ്ക്കാവുന്നല്ലോ വെച്ചു. അപ്പോൾ അങ്ങനെ കറിയൊന്ന് കാച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് കറി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് വീട്ടിലത്തെ പൈപ്പിൽ ഇതേ ഈ രീതിയിലാണ് കേട്ടോ വെള്ളം വരുന്നത്, നൂല് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളം അത്യാവശ്യം വന്നോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ സുഡാപ്പി ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം റോട്ടിലത്തെ പൈപ്പ് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. അതാണ് കേട്ടോ വീട്ടിലിപ്പോൾ വെള്ളം തുറക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഓസിട്ട് എടുക്കാവുന്നുള്ളൂ. വെള്ളം കുറച്ച് സ്പീഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികമൊന്നും കിട്ടില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേഗം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ അവിടെ വേറെ ബക്കറ്റിൽ ഓസിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത് മുക്കി ടാങ്കിലേക്ക് ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വെള്ളം ഇപ്പോൾ കുറേ ദിവസമായിട്ട് വരാത്ത കാരണം കൊണ്ട് ഇപ്പോൾ വരുമ്പോൾ എല്ലാവരും പിടിക്കും. അപ്പോൾ നമുക്ക് വെള്ളം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻ റോഡിൽ നിന്ന് പിടിക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തില്ല. വെള്ളം വീട്ടിലേക്ക് എത്തുന്ന നോക്കി നിന്നതിന് വെള്ളം കിട്ടലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുത്ത് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുടുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇതേ നല്ലപോലെ തന്നെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ശേഷം പാത്തൂസിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുത്തു. പിന്നെ ഇത് വീട്ടിലുണ്ടായിരുന്ന മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ പാത്തൂസിൻ്റെ തലയിൽ കുളിച്ചിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പാത്തൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതേ പാത്തൂസ് മുല്ലപ്പൂക്കെ റെഡിയായി സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുഡാപ്പിയുടെ സൈക്കിൾ കുറേ ദിവസമായിട്ടോ എടുത്തു വെച്ചിട്ട്. അപ്പോൾ ആ സൈക്കിളൊന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 100 രൂപ കേട്ടോ. അപ്പോൾ അത് ഒരു ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 3 ആൾക്കും ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ചോറ് നേരത്തെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറികളൊന്നും വയ്ക്കുന്നില്ല. കറിയൊക്കെ ഇന്നലത്തെ കറി തന്നെയുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ചൂടാക്കാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം 10 ദിവസം കിടന്നുറങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.